സർ. വെൽക്കം സ്വപ്ന. വെൽക്കം ടു മൈ പാലസ്. നീയോ? അതേടി, ഞാൻ തന്നെ. എന്തൊക്കെയായാലും നീ കറക്റ്റ് എന്നെ തന്നെ തേടി വന്നല്ലോ. ഏയ്, ഞാൻ നിന്നോട് സംസാരിക്കാനല്ല വന്നത്. VC സാറെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. അതൊക്കെ നമുക്ക് കാണാം. എന്നാ അതിനൊക്കെ മുൻപേ നിനക്കൊരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട്. യുനോ, നിന്റെ 10 കോളേജ് ആപ്ലിക്കേഷൻസും റിജക്ട് ആയതിന്റെ കാരണം ഞാൻ തന്നെ അടി. നീയോ? ഞാൻ തന്നെ. അന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നീ എന്നെ ചവിട്ടി അരച്ചില്ലേ? ഇന്ന് നീ എന്റെ കാൽ കീഴിൽ നിരങ്ങാൻ പോവാടി. ഏയ്, എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. I just want to meet VC sir. That's it. Hey, young lady. Come here. നമസ്കാരം സർ. സർ, ഇത് ഡിപ്ലോമ കോളേജ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ലെറ്ററാ. ആസ് പെർ യൂണിവേഴ്സിറ്റി റൂൾസ്, ലാബ്സ്, ബിൽഡിംഗ്സ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് സർ. I just need your signature for the approval, sir. My son is my world. നീ അവനെ അപമാനിച്ചു അല്ലേ? You never get permission. You must suffer. Sir, ഇത് ശരിയല്ല. ഇത് മാത്രമാണ് ശരി. വിട്, വിടന്ന്. എടാ, നോക്കുമോളെ, കരയല്ലേ? കീപ് കാം. സമാധാനിക്കും. നോക്കുമോളെ, നോക്ക്, ഒന്നുമില്ല. സമാധാനമായിട്ടിരിക്കും. കരയണ്ട മോളെ. കരയാതെ മോളെ, സമാധാനമായിട്ടിരിക്കും. ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം. കരയാതെ മോളെ, കണ്ണു തുറക്കേ. എന്റെ മോള് സ്വപ്ന. She is a fighter. പക്ഷെ അവൾക്ക് അന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കുറ്റബോധം അവളുടെ മനസ്സിനെ മരവിപ്പിച്ചു. അതുമാത്രമല്ല, വേദന, അപമാനം, അതെല്ലാം അവളുടെ മനസ്സിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. റൂമിന് വെളിയിലേക്ക് പോലും അവൾ വരാതെയായി. എപ്പോഴും ആ 4 ചുമരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടി. ചിലപ്പോൾ നിലവിളിച്ചെഴുന്നേൽക്കും, ദേഷ്യപ്പെടും, കരയും, ഭയപ്പെടും. പതിയെ പതിയെ നടക്കാൻ പോലും അവൾ മറന്നുപോയി. അവളുടെ ജീവിതം വീൽ ചെയറിലേക്ക് ഒതുങ്ങിപ്പോയി. അവളോട് സംസാരിച്ച കൗൺസിലർ എന്നോടൊരു കാര്യം പറഞ്ഞു. അവളുടെ ബോഡിക്കും തലച്ചോറിനൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ അവളുടെ മാനസിക നിലയെ അത് ബാധിച്ചിട്ടുണ്ട്. അവളുടെ മനസ്സിലുണ്ടായ ആ ഒരു മുറിവ് ഫിസിക്കൽ സിംറ്റംസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ശാരീരികമായിട്ടൊരു ബലമില്ല എന്നുള്ള വിശ്വാസത്തിൽ അവള്. ഇതിന് ഞങ്ങൾ കൺവേർഷൻ ഡിസോർഡർ എന്നാ പറയുന്നത്.
ഇതിൽ നിന്ന് അവള് വെളിയിൽ വരണമെങ്കിൽ അവൾ എന്ത് നേടണമെന്ന് ആഗ്രഹിച്ചോ അത് തന്നെ അവളുടെ കൺമുമ്പിൽ നടത്തി കാണിക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാവൂ. അവള് വീണ്ടും പഴയതുപോലെ തന്നെയായി മാറും. കൗൺസിലറുടെ വാക്കുകൾ എന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അവളുടെ ഏറ്റവും വലിയ സ്വപ്നമെന്നത് കോളേജ്. അത് തുടങ്ങിയ അവൾ പഴയതുപോലെ ആകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവളെ ഈ അവസ്ഥയിൽ കാണുന്നത് എനിക്ക് സഹിക്കാൻ വയ്യാതായി. കോളേജ് തുടങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തി. പക്ഷെ പല കാരണങ്ങളാലും അത് റിജക്റ്റായി. എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ എൻ്റെ മകളുടെ ഭാവിക്ക് വേണ്ടി ഞാനൊരു തീരുമാനമെടുത്തു. അത് തെറ്റാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ കോളേജ് തുടങ്ങി. കോളേജിൽ ബെല്ലടിക്കുന്നതിൻ്റെ ശബ്ദവും സ്വപ്നങ്ങൾ മനസ്സിലേറ്റി നടന്നു കയറി വരുന്ന സ്റ്റുഡൻസിന്റെ ശബ്ദം, ചിരി, ആരവങ്ങൾ, ഇതെല്ലാം അവൾ കേട്ട് ആസ്വദിക്കുമ്പോൾ അവൾ പഴയതുപോലെ ആകുമെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ആ കോളേജ് ഞാൻ നിർത്താതെ തുടർന്നു വന്നു. അവസാന നിമിഷം പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുത്തു. എന്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടി ആയിരക്കണക്കിന് സ്റ്റുഡൻസിന്റെ, അവരുടെ പേരൻസിന്റെ സ്വപ്നങ്ങളെയെല്ലാം ഞാൻ തകർക്കുകയായിരുന്നു. ചെയ്തത് തെറ്റ് തന്നെയാ. ഐ എം സോറി. ചേട്ടാ, ബുക്ക് എന്തിനും വേണോ? ബുക്സ് വേണം. ആ ഇതെന്താ ഇവിടെ? ഓ, ഇത് നിങ്ങളായിരുന്നോ? വാട്ട് എ ചേഞ്ച്. ഇരിക്കെ, സൂക്ഷിച്ച്. ആ, അന്ന് പുസ്തകം വേണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതേട്ടാ, സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു. അല്ല, നിങ്ങളിപ്പോഴും പുസ്തകം വിറ്റ് നടക്കുവാണോ? ആ, ബുക്ക് വിൽപ്പന നടത്തിക്കൊണ്ട് തന്നെ ഞാൻ അന്ന് നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ പോലെ തന്നെ UPS എക്സാമിന് പ്രിപ്പയർ ചെയ്യായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെയും ലെക്ചേഴ്സും കേൾക്കുമായിരുന്നു. ലൈബ്രറിയിൽ ജോലി ഉണ്ടായിരുന്ന എൻ്റെ അമ്മ ദിവസവും ഓരോരോ ബുക്കുകൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് അതെനിക്ക് അയക്കുമായിരുന്നു. സമയം അനുസരിച്ച് ഞാനത് കേൾക്കും. അമ്മ വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഓരോ സബ്ജക്റ്റും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. മെയിൻസ് എക്സാം എഴുതി അതിൽ പാസ്സായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. റിസൾട്ട് അറിയാൻ വേണ്ടി എൻ്റെ അമ്മ എൻ്റെ ടാബിൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നേരത്തെ 4 പ്രാവശ്യം എക്സാം എഴുതിയ ഞാൻ 5ാം തവണയും ഫെയിൽ ആവുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. രവി, മോനെ നീ പാസ്സായടാ. അമ്മേ, താങ്ക്സ് അമ്മേ. ആദ്യമായിട്ട് എൻ്റെ കാഴ്ചയില്ലാത്ത കണ്ണീന്ന് കണ്ണുനീര് വന്നു. മാനം തൊട്ട കുട്ടിയുടെ സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. അതെന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. വാവ്, ഗ്രേറ്റ് ഏട്ടാ. എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒന്നും യാഥാർത്ഥ്യമായില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിച്ചത് നേടിയെടുത്തില്ലേ? കൺഗ്രാറ്റ്സ്. അല്ല, അതൊക്കെ പോട്ടെ, പിന്നെയും ഈ പുസ്തകം വിറ്റ് നടക്കുന്ന എന്തിനാ? ഭൂമി അതിന്റെ കറക്കം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും പകല് സൂര്യനെയും കാണാൻ കഴിയില്ല, രാത്രി നക്ഷത്രങ്ങളുടെ തിളക്കവും കാണാൻ സാധിക്കില്ല. മനുഷ്യനായിട്ടുള്ളവൻ പറഞ്ഞ വാക്കും മറന്നുപോയേക്കാം, കേട്ട വാക്കും മറന്നുപോയേക്കാം. എന്നാ അന്നം തന്ന തൊഴിലിനെ എത്ര ഉയരത്തിലെത്തിയാലും മറക്കാൻ പാടില്ല. നിങ്ങൾ ഗ്രേറ്റ്. എക്സ്ക്യൂസ് മീ.